പനയമ്പാടത്തെ അപകട വളവ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് യോഗത്തിന് ശേഷം മന്ത്രിയും കലക്ടറും MLAയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സംസ്ഥാനം സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കും. ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇപ്പോൾ വേഗം കൂടുതലായിരുന്നു എന്നുള്ള ഒരു കുറ്റസമ്മത മൊഴിയാണ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോറിക്ക് വേഗം കൂടുതലായിരുന്നു എന്നതാണ്. അത്തരത്തിൽ വാഹനങ്ങളെ പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങളുടെയൊക്കെ സ്പീഡ് കുറയ്ക്കുന്നതിന് വേഗം കുറയ്ക്കാനുള്ള നടപടികളായിരിക്കും ആദ്യം സ്വീകരിക്കുക എന്നതാണ് ഇപ്പോൾ യോഗത്തിലെടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇക്ബാൽ അറക്കൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ, യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് മന്ത്രി ഉൾപ്പെടെ വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധം നടത്തിയ ആളുകളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അടിയന്തരമായ നടപടികൾ എന്തൊക്കെയാണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത്? വിനീത, പ്രധാനമായും നാളെ തന്നെ ഈ പാതയിൽ, അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നാളെ തന്നെ ഈ കൃത്യമായിട്ടൊരു പരിശോധന നടത്തും എന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് SP-യുടെയും അതുപോലെ തന്നെ RTO ഉദ്യോഗസ്ഥരുടെയും ദേശീയപാത അതോറിറ്റിയിലെ വിവിധ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധന നാളെ നടത്തുക. ഇന്നു മുതൽ തന്നെ ഈ മേഖലയിൽ ഒരു വേഗത നിയന്ത്രണം ഉണ്ടാവും. അതിനുവേണ്ടി ആവശ്യമുള്ള ഡിവൈഡറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടായിരിക്കും ഇന്നു മുതൽ ഈ വേഗത നിയന്ത്രണം ഉണ്ടാവുക. ഇതിന് പോലീസിനെയാണ് നിലവിൽ ഇവിടെ ഇന്ന് ചേർന്നിട്ടുള്ള ഈ യോഗത്തിൽ തീരുമാനിച്ചുള്ളത്. പോലീസിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഡിവൈഡറുകൾ സ്ഥാപിക്കുക. നാളെ തന്നെ പാലക്കാട് SP-യുടെയും അതുപോലെ തന്നെ RTO ഉദ്യോഗസ്ഥരുടെയും PWD ഉദ്യോഗസ്ഥരുടെയും ദേശീയപാത അതോറിറ്റിയിലുള്ള വിവിധ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നാളെ തന്നെ ഈ പരിശോധന നടത്തും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ നിരവധി ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് മേഖലയിൽ. അവിടെ റോഡിൻ്റെ പ്രശ്നമുണ്ട്. വളവ് നിവർത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്നായിരിക്കും നാളെ ഈ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ നടത്തുക. പ്രധാനമായും ഇന്ന് താൽക്കാലികമായി വേഗനിയന്ത്രണത്തിലുള്ള ഒരു തീരുമാനമാണ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടെ ചേർന്നിട്ടുള്ള ഈ യോഗത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. സേഫ്റ്റി ഓഡിറ്റ്, അതായത് പ്രധാനമായും ഈ സുരക്ഷ, ആ മേഖലയിൽ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കണം. അതിനുവേണ്ടിയുള്ള സേഫ്റ്റി ഓഡിറ്റ് നടപടികളാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. മലപ്പുറം SP-യുടെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള R ആനന്ദ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ മറ്റ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുമായും അഡീഷണൽ SP ഹരിദാസനുമായെല്ലാം ഇപ്പോൾ സംസാരിക്കുന്നു. ഇവരെല്ലാം ഈ യോഗത്തിലുണ്ടായിരുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്രയുടെയും അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും എല്ലാം ഒരു സംയുക്ത യോഗമാണ് അല്പസമയം മുമ്പ് പാലക്കാട് കളക്ടറേറ്റിൽ ചേർന്നത്. ആ കളക്ടറേറ്റിൽ വെച്ചാണ് ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഈ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ എന്താണ് ചെയ്യാൻ കഴിയുക, നാട്ടുകാരുടെ ഈ പ്രതിഷേധം, നാട്ടുകാരുടെ ഈ പരാതി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള വിശദമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു ഈ യോഗത്തിൽ നടന്നത്. നാട്ടുകാർ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും അവർ മുന്നോട്ട് വെച്ച ചർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ഈ വളവ് നിവർത്തനം ഉള്ളതായിരുന്നു. അല്ലെങ്കിൽ ഈ റോഡിൻ്റെ പ്രശ്നത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്ന ഇപ്പോൾ കോങ്ങാട് MLA K ശാന്തകുമാരി കൂടി ചേരുന്നുണ്ട്. സോഷ്യൽ ഓഡിറ്റാണ് നാളെ. അല്ല, സോഷ്യൽ ഓഡിറ്റ് അല്ല, സേഫ്റ്റി ഓഡിറ്റ് എന്ന് വെച്ചാൽ ഹൈ പവർ ഒരു കമ്മിറ്റിയാണ്. SP-യും RTO, MB, നാഷണൽ ഹൈവേ, PWD ഈ ടീം പോയി പരിശോധിച്ചുകൊണ്ട് ഇന്ന് വന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശത്തിന് നമുക്ക് അടിയന്തരമായി പരിഗണിക്കേണ്ടതും അപ്പോൾ നാളെ തന്നെ ചെയ്യേണ്ടതും മറ്റൊന്ന് ചെയ്യേണ്ടതും തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാളെ തന്നെ പോകും. കൂടാതെ പോലീസ് ഇന്ന് തന്നെ അതിൻ്റെ മറ്റ് സ്പീഡ് ബ്രേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സിസ്റ്റംസ് അവിടെ എടുത്തിട്ടുണ്ട്. ഡിവൈഡർ സ്ഥാപിക്കണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കമ്മിറ്റി വന്നത്. പ്രതലത്തിലൊരു പ്രശ്നം നാട്ടുകാർ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും കൂടി ഇതിൻ്റെ ഭാഗമാകുന്നത്. അവരും അവിടെ പോയി പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ വന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി ചെയ്യും. വളവ് നിവർത്തണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അത് ഈ ദേശീയപാത അതോറിറ്റിയിലുള്ള ഉദ്യോഗസ്ഥർ സംസാരിച്ചു ഇതിൽ ആ ഒരു നിർദ്ദേശമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത നമ്മുടെ ആവശ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോകണം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച ആദ്യത്തെ ഒരു പ്രിഫറൻസ് അതാണ്. ആവശ്യപ്പെടുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു കൂടിയാലോചന ഇനിയും വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ നടന്ന ഈ ചർച്ചയോട് മാത്രം തീരുമാനമാക്കാൻ വേണ്ടി കഴിയില്ല. അതിപ്പോൾ എനിക്കും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ആ നിലയിലാവില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് ഈ ടീം ഓഡിറ്റ് അവിടെ ചെന്നിട്ട്, അതായത് സേഫ്റ്റി ടീം ഓഡിറ്റ് നടത്തിയതിന് ശേഷം അവരുടെ നിർദ്ദേശമാണ് ആധികാരികമായിട്ട് ഇനി ഗവൺമെൻറ് ചെയ്യുന്നത്. അത് നാളെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നാളെ പോയിട്ട് നാളെ തന്നെ അവർ പോയി പരിശോധന നടത്തി തിങ്കളാഴ്ച, ഇപ്പോൾ നാളത്തെ കഴിഞ്ഞ 2 ദിവസം ശനി ഞായറൊക്കെ ഉള്ളത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് വീണ്ടും ഒരു യോഗം നടത്തി
കളക്ടർ കൂടി ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് നമ്മൾ സ്പീഡ് അത് വേഗത നിയന്ത്രിക്കാൻ വേണ്ടി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നവർ അത് ഏത് മേഖലയായിരിക്കും? താൽക്കാലികമായി പനയമ്പാടത്ത് മാത്രമാണോ അല്ലെങ്കിൽ ഈ കരിമ്പയിലും കല്ലടിക്കോടൊക്കെ? അല്ല, അതിപ്പോൾ നമ്മൾ ഈ ചർച്ച വന്നിരിക്കുന്നത് നമ്മൾ ആ പെർട്ടിക്കുലർ ഇഷ്യൂ ഉള്ള ഈ ഏരിയയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ കല്ലടിക്കോട് വല്ല കരിമ്പ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായി ഏരിയക്കകത്ത് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആക്സിഡൻറ്റിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എടുക്കേണ്ടി വരും. കാരണം ഇത് മാത്രമായിട്ടിപ്പോൾ സർക്കാർ നിർദ്ദേശം കൊടുക്കില്ല. നമ്മൾ നിലവിൽ ഈ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഈവൻ അയ്യപ്പം കാവിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന അത് ഉൾപ്പെടെ ഇതിൻ്റെ പരിശോധന നടത്തിയിട്ട് എമർജൻ്റായി ചെയ്യേണ്ടത് ഈ പറഞ്ഞ പർട്ടിക്കുലർ വീട്ടിൽ നിന്ന് വന്ന വിദഗ്ധ സംഘം കൃത്യമായി അവിടെ പരിശോധന നടത്തിയിരുന്നു. അവരുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഇനി ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്താൻ? അവരുടെ നിലവിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ നടപ്പിലാക്കിയത്. അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ മില്ല് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒരു 6 months 7 months ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ചെയ്യേണ്ടി വരും. കാരണം അത്രയേറെ വാഹനങ്ങളാണ് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കണ്ടാൽ പുതിയ BMBC ചെയ്ത പോലെ വളരെ സ്മൂത്തനിങ് ആണ്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ്, പിന്നെ അവിടുത്തെ സ്റ്റഡ്, റംബിൾ സ്ട്രിപ്സ് തുടങ്ങിയ അതെല്ലാം അവരുടെ നിർദ്ദേശം എല്ലാം നമ്മൾ നടപ്പിലാക്കിയതാണ്. ഈ സേഫ്റ്റി ഓഡിറ്റിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുന്നത് തീരുമാനിക്കാം. ഇതാണ് ഇപ്പോൾ കോങ്ങാട് MLA K. ശാന്തകുമാരിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അതായത് നാളെ തന്നെ കൃത്യമായി സേഫ്റ്റി ഓഡിറ്റ് നടത്തും. ആ സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ വേണ്ടി പോകുന്നത് പാലക്കാട് SP-യുടെയും അതുപോലെ തന്നെ RTOയുടെയും PWDയുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ്. ഇവർ നാളെ തന്നെ ഈ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പഞ്ചായത്തിലെ ഈ മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അവിടെ പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായി ഒരു പരിഹാരം കാണാൻ കഴിയുക എന്ന കാര്യം കണ്ടെത്തും. അതിനുശേഷമായിരിക്കും ഓരോ കാര്യങ്ങളെയും നടപ്പാക്കുക. ഇന്ന് മുതൽ തന്നെ ഈ കരിമ്പ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഈ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കും. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ചും ഇന്നലെ അപകടമുണ്ടായിട്ടുള്ള പനയമ്പാടത്തും അതുപോലെ തന്നെ കരിമ്പ മേഖലയിലും കല്ലടിക്കോട് മേഖലയിലും അയ്യപ്പങ്കാവ് മേഖലയിലും എല്ലാം കൃത്യമായി തന്നെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് അവിടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. മറ്റ് നടപടികൾ നാളത്തെ ഈ സേഫ്റ്റി ഓഡിറ്റിന് ശേഷമായിരിക്കും നടപ്പാക്കുക എന്നാണ് ഇപ്പോൾ കോങ്ങാട് MLA K. ശാന്തകുമാരി ഈ യോഗത്തിൽ പങ്കെടുത്ത് ഇതിന്റെ ചർച്ചയെല്ലാം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ കൃത്യമായി വ്യക്തമാണ് ഇക്ബാൽ അറക്കൽ. ഏതായാലും അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോഴെങ്കിലും അധികൃതർ എന്നതാണ് ആശ്വാസകരമായ കാര്യം. നാളെ ഓഡിറ്റ് നടത്തിയതിനു ശേഷം, അതായത് വിശദമായ പരിശോധന നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ എന്താണ് എന്നതിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടാവുക എന്നതാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്ന്.